എങ്ങനെയാണ് അത് ആടുജീവിതത്തിലേക്ക് റീച്ച് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കീഴിൽ ഒരു കലാജാഥ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും പരിപാടിയൊക്കെ ശാന്തേട്ടൻ ശാന്തകുമാർ ഇപ്പം ആളില്ല. ആള് ഇങ്ങനെ നമ്മൾ ആളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാണ് കൂടെ വന്ന് ഒരു ഇന്നസെന്റ് ലുക്കുള്ള നിഷ്കളങ്കനായ ഒരു പയ്യനാണെന്നുള്ളത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, വിളിച്ചു ഓഡീഷന് വേണ്ടിയിട്ട്. അങ്ങനെ ആടുജീവിതത്തിലേക്ക് എത്തി. ഈ ക്യൂട്ട് ഫേസ് ആണ് സഹായിച്ചത് അല്ലെങ്കിൽ അതാണ് അനുഗ്രഹം എന്ന് തോന്നാറുണ്ട്? പിന്നെ ബ്ലസി സാറ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു നിഷ്കളങ്കമായിട്ടൊരു ചിരിയുണ്ട്, അതാണ് നമുക്ക് നീ ആദ്യം പുറത്തു പോകുമ്പോൾ ഉള്ള സമയത്തൊക്കെ നമുക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജനറ്റിക്സ് ചിലപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ താഴ്വഴികൾ അതായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തത്. ഈ പൊതുവെ ഇപ്പം ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാവല്ലോ, ആൾക്കാരൊക്കെ മെസ്സേജ് ഉണ്ട്, ഹൗ ക്യൂട്ട് എന്ന് മെസ്സേജ് അയക്കാറുണ്ടോ? ഞാനിങ്ങനെ കുറെ പേരുടെ റിയാക്ഷൻ കേട്ടിട്ടുണ്ട്, ഓഫീസിൽ ഉൾപ്പെടെ. അങ്ങനെ നമ്മുടെ കൊളീഗ്സ് പോലും പലരും ഭയങ്കര ക്യൂട്ടാണ് ആ പയ്യൻ, പിന്നെ തപ്പി എടുക്കുന്നു ഇൻസ്റ്റയില്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ക്രഷ് ആയി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ടെക്സ്റ്റസ് ഒന്നും അധികം ഇങ്ങനെ നോക്കിയിട്ടില്ല, പക്ഷെ ക്യൂട്ടുന്നതിൽ ഉപരി ആ ഒരു കഥാപാത്രം ഞാൻ ചെയ്തതിനുള്ള കോംപ്ലിമെന്റ്സ് ആണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. അത് തന്നെയാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം. ക്യൂട്ടെന്ന് കേൾക്കുന്നതിനേക്കാൾ ഉപരി ആക്ടർ എന്ന നിലയിൽ അതായിരിക്കും കേൾക്കാൻ. ഇപ്പം ടെക്സ്റ്റ് അയച്ച ആരും ഡിസപ്പോയിന്റ് ആവണ്ട, ക്യൂട്ടാന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹക്കീം എന്ന് ഈ നോവൽ നേരത്തെ വായിച്ചിരുന്നോ? സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വായിച്ചിരുന്നോ? ഇല്ല, സിനിമ ഞാൻ ഓഡീഷൻ കഴിഞ്ഞ ദ വെരി നെക്സ്റ്റ് ഡേ ആണ് ഞാൻ നോവൽ വാങ്ങിയിട്ട് വായിക്കുന്നത്.